നോക്ക് തീർത്ഥാടനം അമ്മയുടെ മടിയിലേക്കുള്ള മക്കളുടെ മടക്കമാണ് എന്ന് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. അയർലൻഡിലെ നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന നാഷണൽ നോക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന ദിവ്യബലിയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ്. നോക്ക് തീർത്ഥാടനം അമ്മയുടെ മടിയിലേക്കുള്ള മക്കളുടെ മടക്കമാണെന്ന് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. അയർലൻഡിലെ നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷമായ ദിവ്യബലിയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ്. പിതൃഭൂമിയിൽ നിന്നകന്ന് ദൂരദേശങ്ങളിൽ ജീവിച്ചാലും വിശ്വാസവും പാരമ്പര്യവും അചഞ്ചലമായി കാത്തുസൂക്ഷിക്കുന്ന അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസികളെ അഭിനന്ദിച്ചുകൊണ്ടാണ് അഭിവന്യ പിതാവ് സന്ദേശം ആരംഭിച്ചത്. ഒരു വ്യക്തിയുടെ പ്രത്യക്ഷീകരണത്തെക്കാളുപരി നമ്മുടെ അമ്മയായ സഭയുടെ ത്രിതല യാഥാർത്ഥ്യങ്ങളുടെ ഐക്യത്തെപ്പറ്റിയുള്ള ഉജ്ജ്വലമായ സാക്ഷ്യമായിരുന്നു നോക്ക് പ്രത്യക്ഷീകരണം. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന തിരുസഭയുടെ സ്വർഗീയ ആരാധനയിലേക്ക് പ്രത്യാശയോടെ നീങ്ങാൻ ഈ നമ്മെ സഹായിക്കുന്ന ദൈവിക ആഹ്വാനമാണ് ഈ വെളിപാടെന്ന് കർദിനാൾ ഉദ്ബോധിപ്പിച്ചു. വിശ്വാസികളാൽ നിറഞ്ഞുനിന്ന നോക്ക് ബസിലിക്കയിൽ അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മുഖ്യ കാർമ്മികനായിരുന്നു. യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള അപ്പോസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറപ്പണത്ത്, അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് മാത്യു ഓലിയക്കാട്ടിൽ, റീജിയണൽ കോർഡിനേറ്റർമാരായ ഫാദർ ആന്റണി പരദേപ്പതിക്കൽ, ഫാദർ ജോസ് ഭരണികുളങ്ങര, ഫാദർ ജിൽസൺ കോക്കണ്ടത്തിൽ എന്നിവരോടൊപ്പം അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 30ഓളം വൈദികർ സഹകാർമ്മികരായി. നോക്ക് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടർ റവറൻ ഫാദർ റിച്ചാർഡ് ഗിബൺസ് വിശ്വാസികളെ സ്വാഗതം ചെയ്തു. വലിയ കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ വർഷം പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ദേശീയതല ബൈബിൾ ക്വിസ് വിജയികളായവരെയും വേദിയിൽ ആദരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന വിശ്വാസ പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അടുത്ത വർഷത്തെ അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനം 2027 മെയ് 8 ശനിയാഴ്ചയായിരിക്കും നടക്കുക. ചർച്ച് ഡെസ്ക്, ഷെഖേന ന്യൂസ്.